ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. ദൈവവചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്: എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അവസാനം എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് തന്ന ആയുസ്സിൻ്റെ അന്ത്യമാണ്. എന്നാൽ ഇതിനപ്പുറം ഒരു നിത്യമായ ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിലുള്ള സഹനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ദൈവമഹത്വത്തിനായി ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയെ കർത്താവ് സ്വർഗത്തേക്ക് തീർച്ചയായും കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് അതിന് 12-ാം തിരുവചനം ഇങ്ങനെയാണ്: നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ പ്രതി പീഡനങ്ങൾക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ വില വലുതാണ്. നിങ്ങളുടെ നിത്യതയുടെ വലിയ കൃപയിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അതായത് സങ്കീർത്തനങ്ങൾ 116-15 വചനം പറയും, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അപ്പോൾ നമ്മുടെ മരണത്തോട് അനുബന്ധിച്ച് നമ്മുടെ ജീവിതം ഇതാ കർത്താവ് തൻ്റെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം നിത്യതയിലേക്ക് ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വലിയ ബോധ്യം കിട്ടിയ പൗലോസ്ലീഹ ഫിലിപ്പിയർ 1:21 പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അങ്ങനെ ആയിരിക്കുന്നവർക്കാണ് മരണം നേട്ടമായി തീരുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവചനത്തെ അഭിഷേകത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നമുക്കായിരിക്കും ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.